എല്ലാവർക്കും നമസ്കാരം. ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി താറാവ് കറിയാണ്. ഷാപ്പിലുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ കറിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി മുഴുവനായിട്ട് കാണുക, ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിസാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും റെഗുലറായിട്ട് കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് അതിലുള്ള ഓൾ ബട്ടണും കൂടി അമർത്തുക. ഇനി വീഡിയോയിലേക്ക് പോവാം. ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ നാടൻ താറാവ് 1.5 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ താറാവിനെ തൊലിയോട് കൂടി ഇതേപോലെ ഇടത്തരം വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചാൽ ഫൗൾ സ്മെല്ലൊക്കെ മാറി നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. പിന്നെ വേണ്ടത് സവോള 3 എണ്ണം വലുത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തത്, തക്കാളി 2 എണ്ണം ഇടത്തരം വലിപ്പത്തിലുള്ളത് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തത്, 12 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തത്, പച്ചമുളക് 6 എണ്ണം, കറിവേപ്പില 2-3 തണ്ട്, കുറച്ച് തേങ്ങാക്കൊത്ത്, കുരുമുളക് പൊടി 2-3 ടീസ്പൂൺ, ഗരം മസാല 3 ടീസ്പൂൺ, മല്ലിപ്പൊടി 2.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പെരുംജീരകം ക്രഷ് ചെയ്തെടുത്തത് 1 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, വെളിച്ചെണ്ണ പാകത്തിന്. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ഞാൻ താറാവ് വേവിക്കാനായിട്ട് ഒരു കുക്കർ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ തന്നെ വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം താറാവിന് അത്യാവശ്യത്തിന് വേവുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കഴിയുന്നതും വെളിച്ചെണ്ണയിൽ തന്നെ ഈ കറി റെഡിയാക്കി എടുക്കുക, എന്നാലേ ഉള്ളൂ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കുക. ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞിട്ട് ചേർക്കുക. നമ്മൾ ഈ കറിയിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല. ഇതേപോലെ തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ ഒരു തേങ്ങയുടെ ഒരു നല്ല ഫ്ലേവർ ആ എണ്ണയിലേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 2-3 മിനിറ്റ് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഈ തേങ്ങാക്കൊത്തിനെ ഒന്ന് നിറം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ കളറ് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാകും. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന താറാവ് പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വിനാഗിരിയോ അല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങാ നീരോ ഒഴിച്ച വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്താൽ താറാവ് പെട്ടെന്ന് നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആവുകയും ചെയ്യും, ഫൗൾ സ്മെല്ലൊക്കെ മാറി കിട്ടുകയും ചെയ്യും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ താറാവിലോട്ട് അത്യാവശ്യം വേണ്ട ഉപ്പ് മാത്രം ചേർത്താൽ മതി. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് മീഡിയം ഹീറ്റിൽ വെച്ചാൽ മതിയാകും. ഞാനിപ്പോൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 3-4 മിനിറ്റ് ഇതിനെ മീഡിയം ഹീറ്റിലിട്ടിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് നമ്മളിതിനെ നന്നായിട്ട് വരട്ടി. അപ്പോൾ ഈ താറാവിൻ്റെ പീസൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്, ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം അധികം ചേർക്കേണ്ട ആവശ്യമില്ല, ഒരു 1/4 ഗ്ലാസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. താറാവിൻ്റെ മൂപ്പിനനുസരിച്ച് വേവിന് പലപ്പോഴും വ്യത്യാസം വരും. അതുകൊണ്ട് നമുക്ക് ആദ്യമേ ഒരു 4 വിസിൽ അടുപ്പിച്ചെടുക്കാം. അതിനുശേഷം തുറന്ന് അതിൻ്റെ വേവ് നോക്കുക. വെന്തിട്ടില്ലെങ്കിൽ 1-2 വിസിലും കൂടെ അടുപ്പിച്ച് എന്തായാലും ഇതിനെ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഒരു 3 വിസിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ 4ാമത്തെ വിസിലും വന്നു കഴിഞ്ഞ് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂടൊന്ന് ആറി വന്നതിന് ശേഷം കുക്കർ തുറന്ന് വേവ് പാകത്തിനാണോ എന്ന് നോക്കി അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് ഞാൻ കുറച്ച് വൈഡായിട്ടുള്ള ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വീണ്ടും ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ 1.5 കിലോ താറാവിന് 3 വലിയ സവോളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. സവോളയുടെ അളവ് കൂടുതൽ വേണം, എങ്കിലേ നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് വരത്തുള്ളൂ. ഇനി നമുക്കിതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ നല്ല എരിവുള്ള 6 പച്ചമുളകാണ് ചേർക്കുന്നത്. നമ്മളിതിലേക്ക് എരിവിനായിട്ട് പച്ചമുളകും കുരുമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് അതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. ഇനി ഇതിലോട്ട് കുറച്ച് ഫ്രഷ് കറിവേപ്പില ചേർക്കാം.
സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമയം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി. ഓൾറെഡി നമ്മൾ താറാവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് ഇടവിട്ട് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സവോള നന്നായിട്ട് വഴന്ന് ഒരു ഗോൾഡൻ കളറായിട്ട് വരണം. ഒത്തിരി ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ സവോളയെല്ലാം നന്നായിട്ട് വഴന്ന് കണ്ടില്ലേ, ഇതിൻ്റെ കളറ് നന്നായിട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇത്രയും താറാവിന് നമ്മൾ ഒരു 2 തക്കാളിയാണ് അരിഞ്ഞ് ചേർക്കുന്നത്. ചെറുതായിട്ട് അരിയുക. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം. ഇപ്പോൾ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് ഉടഞ്ഞ് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇത് ലോ ഹീറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി നമ്മളിതിലേക്ക് കുറച്ച് കൂടുതൽ ചേർക്കുന്നത് ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാനായിട്ടാണ്. അപ്പോൾ 2.5 ടേബിൾ സ്പൂൺ ചേർത്തു. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം, 2 ടീസ്പൂൺ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ആദ്യമേ താറാവിൽ ചേർത്തിട്ടാണ് വേവിച്ചത്. ഇപ്പോൾ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത പെരുംജീരകം 1 ടീസ്പൂൺ ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 2 ടീസ്പൂൺ ഗരം മസാലയാണ്. ഓൾറെഡി 1 ടീസ്പൂൺ ഗരം മസാല ആദ്യമേ വേവിച്ചപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ നമ്മൾ 3 ടീസ്പൂൺ ഗരം മസാല ചേർത്തു. ഇനി ലോ ഹീറ്റിലിട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി ഈ പൊടികളുടെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി ഇത് നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ കരിഞ്ഞു പോകാതെ ലോ ഹീറ്റിൽ വെച്ചിട്ട് നന്നായിട്ട് ഇടവിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി നല്ല മസാല മൂത്തൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന താറാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഗ്രേവി ഉണ്ട്, ചാറുണ്ട്, അതോടുകൂടി ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ താറാവ് മുഴുവനും ഇതിലേക്ക് ചേർത്തു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ വീണ്ടും ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ ഈ സമയത്ത് ഒഴിക്കുന്നത് നല്ല ചൂടുവെള്ളമായിരിക്കണം. അപ്പോൾ ഞാൻ ആ കുക്കറിൽ തന്നെ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ആ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് മീഡിയം ഹീറ്റിൽ ഒരു 5-6 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടപ്പ് മാറ്റാം. ഇനി നമുക്ക് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ലോ ഹീറ്റിൽ വെച്ചിട്ട് ഇനി ഇതിൻ്റെ ഗ്രേവി ഒന്ന് തിക്കായിട്ട് വരുന്നത് വരെ നമുക്കിതിനെ വീണ്ടും തിളപ്പിക്കണം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കണം. ഇപ്പോൾ ഇതിന് അത്യാവശ്യം കുറച്ച് ഗ്രേവിയൊക്കെ ഉണ്ട്, അതൊന്ന് തിക്കായിട്ട് വരണം. ഉപ്പ് പാകത്തിനാണ്, എരിവ് കുറച്ച് കുറവാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ആവശ്യമില്ലാത്തത് കൊണ്ട് പച്ചമുളകും കുരുമുളക് പൊടിയാണ് കൂടുതൽ ചേർത്ത് എരിവ് പാകത്തിനാക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ ഗ്രേവി ഒന്ന് തിക്കായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് കൂടെ ഇതിനെ ലോ ഹീറ്റിൽ കുക്ക് ചെയ്തു. ഇതിപ്പോൾ ഗ്രേവി അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് ഇതിനൊരു പച്ച കളറുള്ള ഗ്രേവിയാണ് വരേണ്ടത്. അതുപോലെ തന്നെ ഇത് തിളച്ചത് കണ്ടില്ലേ, ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ എണ്ണ തെളിഞ്ഞ് വരണം. അപ്പോൾ ആ ഒരു സ്റ്റേജ് വരെ ഇതിനെ ഇതുപോലെ ലോ ഹീറ്റിലിട്ടിട്ട് തിളപ്പിക്കണം. അപ്പോൾ നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ സ്പെഷ്യൽ താറാവ് കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു പച്ച കളറാണ് ഇതിൻ്റെ ഗ്രേവിക്കുള്ളത്. പക്ഷേ ഇതിപ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് ആ കളർ അത്രയ്ക്ക് അങ്ങോട്ട് അറിയാൻ പറ്റാത്തത്. അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിനും കപ്പയ്ക്കും അപ്പത്തിനും പുട്ടിനും എല്ലാം പറ്റിയ അടിപൊളി കറിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.